ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എഗ് പൊട്ടാറ്റോ റോളാണ്. എഗ് പൊട്ടാറ്റോ റോൾ ഇതിൽ ഞാൻ 2 വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ നമുക്ക് വേഗം പറ്റിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മുട്ട ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ചിരകി വെച്ചതാണ്. 2 വലിയ ഉള്ളി എടുത്ത് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ സ്പൂണ്. നമുക്ക് ആവശ്യമായ ബ്രെഡ് എടുത്ത് ഞാൻ സൈഡൊക്കെ കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡ് കട്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 വിധത്തിലാണ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഞാനൊക്കെ പാടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ട് നല്ലോണം ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. പതുക്കെ പരത്തണം. നല്ലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ആവശ്യത്തിനുള്ള ഈ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് മൈദമാവ് എടുത്തിട്ട് ഞാൻ മേലാകെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്, തേച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓട്ടയിൽ കൂടെ ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ ഫില്ലിങ് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം 4 സൈഡിലേക്കും കുറച്ചും കൂടി ഇതുണ്ട്, 4 സൈഡിലേക്ക് കുറച്ചും കൂടി നമ്മുടെ മൈദപ്പൊടി കലക്കിയത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കാൻ. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ശരിയാക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച ബ്രെഡൊക്കെ ഉണ്ടല്ലോ, ഓരം കട്ട് ചെയ്ത ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മിക്സി ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളൻ്റെ നമുക്ക് വേണ്ട ഷേപ്പാക്കാം. ഇഷ്ടമുള്ള ഷേപ്പാക്കിയതിന് ശേഷം ആ ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. പിന്നെ മൈദമാവ് കലക്കിയതിൽ ഒന്ന് മുക്കിയിട്ട് 2ാം മടിയും ബ്രെഡിലൊന്ന് മുക്കിയെടുക്കണം. മൈദമാവിൽ മുക്കണതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മൈദമാവിലിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതിന് ഞാനിവിടെ എണ്ണ കായാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. നമ്മുടെ എണ്ണ നല്ലോണം ഒന്ന് കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇട്ടുകൂടുമ്പോൾ ഇളക്കാൻ പാടില്ല, ബ്രെഡെല്ലാം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പതുക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്നങ്ങനെ പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ പതുക്കെ ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നിക്കണം. ഇതേപോലെ പൊരിച്ച് പതുക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. മറ്റുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. 2 തരത്തിൽ പലഹാരങ്ങളൊക്കെ ചോദിക്കണ മക്കളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് ഒരേ സാധനങ്ങൾ വെച്ച് ഡിഫറെൻറ്റ് ഐറ്റം ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ മക്കളെ പറ്റിക്കലും ആവും, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോയിലേക്ക്